വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ഇന്ന് ഞാൻ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ഹണി മസ്റ്റേർഡ് സോസിൽ കുക്ക് ചെയ്തതാണ്. ഇതൊരു സ്പെഷ്യൽ റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എങ്ങനെയാണ് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ളത് അറിയണം. അപ്പോൾ വീഡിയോ മുഴുവൻ കാണണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യൂ. എന്നാലേ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളത് നോക്കാം. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു ഒരാൾക്കുള്ളൊരു അളവാണ് കാണിക്കുന്നത്. ഒരു ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് രണ്ട് സൈഡും ഞാൻ നന്നായിട്ട് ഉപ്പ് തേച്ച് പിടിപ്പിക്കുകയാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് പെപ്പർ പൗഡറാണ്, വെള്ള കുരുമുളക് പൊടിയാണ്. സാധാരണ ഒരു കുരുമുളക് പൊടിയായാലും കുഴപ്പമില്ല, മുരുള് പൊടി എന്നൊക്കെ പറയാൻ വന്നുപോയി. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഞാൻ പാനിലേക്ക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് വേവിക്കാനല്ല നമ്മൾ പോകുന്നത്, ജസ്റ്റ് രണ്ട് ഭാഗം ഒന്ന് നല്ലൊരു ലൈറ്റ് ബ്രൗൺ നിറം വരുത്തണം. അപ്പോൾ ഒരു 2 മിനിറ്റ് വീതം രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. അപ്പോൾ നല്ലൊരു കളറ് വരുന്ന സമയത്ത് നമുക്ക് ഇത് ചിക്കൻ മാറ്റിയിട്ട് ബാക്കിയുള്ള എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് സോസ് പ്രിപ്പയർ ചെയ്തെടുക്കണം. കണ്ടോ, ഈ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ രണ്ട് സൈഡും നല്ലൊരു ഗ്രിൽ കളറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ചിക്കൻ എടുത്ത് മാറ്റാം. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എണ്ണയിൽ ആ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിയ എണ്ണയാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ വെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വെണ്ണ ആഡ് ചെയ്യുമ്പോൾ ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്, അതായത് ഉപ്പില്ലാത്ത വെണ്ണയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഉപ്പുള്ള വെണ്ണയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതിൽ ഉപ്പ് ശ്രദ്ധിക്കണം. ഞാനിതിലേക്ക് ഒരു നമ്മുടെ ഒരു മീഡിയം സൈസ് സവാളയുടെ ഒരു 1/4 ഭാഗം സവാള ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് വെണ്ണ അലിയും തോറും ഈ സവാളയൊന്ന് കുക്കായിട്ട് ചിലതെല്ലാം ചെറിയൊരു ബ്രൗൺ നിറമൊക്കെ വന്ന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതാവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ സോസിനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ഞാനിവിടെ ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ, 1/2 മുതൽ 1 ടേബിൾ സ്പൂൺ വരെ വെജിറ്റബിൾ സ്റ്റോക്കിൻ്റെ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കയ്യിൽ ഓൾറെഡി വെജിറ്റബിൾ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അത് വെള്ളമൊന്നും വേണ്ട, അതങ്ങനെ ഡയറക്റ്റായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ പൗഡറാണ് ഉള്ളത്. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ഒരു 1 ടീസ്പൂൺ മസ്റ്റേർഡ് സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടിയാണ്. 1/2 മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, മധുരം അനുസരിച്ചിട്ട് ശർക്കരയുടെ പൊടി. പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു 2 കുഞ്ഞ് വെളുത്തുള്ളി ജസ്റ്റ് ചെറുതായി കട്ട് ചെയ്തിട്ട് നൈഫിൻ്റെ ഒരു സൈഡ് കൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ എൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് റിലീസാവും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നന്നായിട്ട് നമ്മുടെ പൗഡേഴ്സും മസ്റ്റേർഡ് സോസും എല്ലാം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കുകയാണ്. എല്ലാം ഒന്ന് ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇൻകോർപ്പറേറ്റ് ആവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ കണ്ടോ ചെറുതായിട്ട് കാരമലൈസ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ ചിക്കൻ വേവിക്കാൻ പോകുന്നത്. ഈ ഒരു സോസിലാണ് നമ്മൾ ചിക്കൻ വേവിക്കാൻ പോകുന്നത്. ഹണി ഒരിക്കലും ഈ ഒരു സോസിൽ ആഡ് ചെയ്ത് കൊടുക്കരുത്. ഇപ്പോഴത്തെ റീസെൻറ്റ് സ്റ്റഡി പ്രകാരം ഹണി ഒരിക്കലും കുക്ക് ചെയ്യരുത് എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഹണി, അതായത് തേന് നമ്മൾ ലാസ്റ്റാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇത് ഏകദേശം ഒരു 7 മിനിറ്റ് വീതം ഓരോ സൈഡും തിരിച്ച് 7 മിനിറ്റ് കഴിഞ്ഞാൽ മറ്റേ സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് സൈഡും ഒരു 7 മിനിറ്റ് വീതം ഞാൻ കുക്ക് ചെയ്തെടുക്കാൻ പോകണം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. അപ്പം നമ്മുടെ സോസ് നന്നായിട്ട് തിക്കായി വന്നോളും. കണ്ടോ, അങ്ങനെ 7 മിനിറ്റ് വീതം, അതായത് 14 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തെടുത്താണ്. 14-20 മിനിറ്റോളം ഞാൻ കുക്ക് ചെയ്തെടുത്തു. സോസ് നല്ല തിക്കായി. സോസ് എക്സ്ട്രാ വരികയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സ്റ്റേജ് അങ്ങനെയാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ ഈ സവാളയുടെ ടേസ്റ്റും എല്ലാം വരും. അവസാനമായിട്ട് ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ തേൻ ആഡ് ചെയ്ത് കൊടുക്കണം. തീ ഓഫ് ചെയ്തു. അപ്പോൾ ഈ നമ്മൾ ആ സോസിൽ വേവിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലേവേഴ്സ് എല്ലാം ആ ചിക്കനിൽ പിടിക്കും. ലാസ്റ്റ് കോട്ടിംഗ് ആയിട്ട് ആ ഒരു ഹണിയും വരും. അപ്പോൾ നമുക്ക് എല്ലാ ഫ്ലേവേഴ്സും നമുക്ക് ഈ ഒരു സോസിലും ചിക്കനിലും എല്ലാം കിട്ടും. ഫൈനലി നമുക്ക് കുറച്ച് മല്ലിയില ഒരു 1/2 ടേബിൾ സ്പൂൺ കുഞ്ഞായി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പാഴ്സലിയും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീട്ടിലുള്ളത് മല്ലിയിലയാണെങ്കിൽ മല്ലിയില ആഡ് ചെയ്ത് കൊടുത്താലും മതി.
ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ ഇൻ ഹണി മസ്റ്റേർഡ് സോസ് റെഡിയായി. ഞാൻ ഇനി സെർവ് ചെയ്തിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് ഇൻ ഹണി മസ്റ്റേർഡ് സോസ് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഇത് റൈസിൻ്റെ ഒപ്പം വെറുതെ കഴിക്കാനും എന്താ പറയുക പാസ്തയുടെ ഒപ്പം ഒക്കെ വളരെ നല്ലൊരു സൈഡ് ഡിഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.